തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽ എംഎൽഎയുടെ ഓഫീസിന് നേരെ അക്രമം. ഇന്നലെ രാത്രിയാണ് അക്രമം നടന്നത്. ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർത്തു. ഓഫീസ് മുറ്റത്ത് കിടന്ന കാർ അടിച്ചു തകർത്ത നിലയിലാണ് കാണപ്പെട്ടത്. അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്ന് രാജഗോപാൽ ആരോപിച്ചു. വിവരങ്ങൾ നൽകാൻ അല്ലമീൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, എപ്പോഴാണ് സംഭവം നടന്നത്? എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് രാജഗോപാലിന്റെ വീട്ടിൽ ഉണ്ടായത്? സന്ധ്യ, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഒ രാജഗോപാൽ എംഎൽഎയുടെ നേമത്തുള്ള ഓഫീസിലും അതുപോലെ തന്നെ BJP മണ്ഡലം ഓഫീസിനും നേരെയുമാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഓഫീസിൻ്റെ ജനൽ ചില്ലുകളും അതുപോലെ തന്നെ ഓഫീസിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ ജനൽ ചില്ലുകളും എറിഞ്ഞ് തകർത്തിട്ടുണ്ട്. ഇപ്പോൾ രാജഗോപാൽ എംഎൽഎ തന്നെ ചേരുന്നുണ്ട്. ആരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ സ്ഥലത്തിൻ്റെ ചുറ്റുഭാഗത്തും ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. BJPയെ ഉന്നം വെച്ചുകൊണ്ട് ഉള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള DYFIക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ സ്ഥലത്തുള്ള ആൾക്കാരെ മാറ്റി പുറത്തുനിന്നുള്ള കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് വളരെ ബോധപൂർവം അറ്റാക്ക് നടക്കുന്ന ഒരു ഏർപ്പാടാണ് സാഹചര്യമുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് BJPയുടെ പുതിയ സ്റ്റേറ്റ് ഓഫീസ് കുന്നുകുഴിയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടായി. ആ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ ആ ഓഫീസ് അറ്റാക്ക് ചെയ്തു. ഇപ്പോൾ നിയോജക മണ്ഡലത്തിൻ്റെ MLA ഓഫീസ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഏതാനും ദിവസം മുമ്പാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇത് ഇവിടെയുള്ള മാർക്സിസ്റ്റുകാർക്കുള്ളതായ അസഹിഷ്ണുതയുടെ ഫലമാണത്. കാരണം അവർ വിജയിച്ച് അധികാരത്തിൽ വരുന്ന അവസരത്തിൽ തന്നെ അവർ മുമ്പ് എപ്പോഴും ജയിച്ചിരുന്നതായിട്ടുള്ള ഈ നിയമം ഈ മണ്ഡലത്തിൽ അവർ പരാജയപ്പെടുകയും അവിടെ BJP വിജയിക്കുകയും ചെയ്തതിൽ അന്ന് മുതൽക്കാണ് ഇത് ശക്തമായി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അവരേതായാലും കഴിഞ്ഞ ഒരു മാസത്തിനകം ഇവിടെ നമ്മുടെ വെള്ളായണി ദേവീക്ഷേത്രത്തിൽ 3 കൊല്ലം കൂടി നടക്കുന്ന അവസരത്തിലുള്ള വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ പരമ്പരാഗതമായ രീതിയിൽ കാവിക്കൊടിയും തോരണങ്ങളും ഒക്കെ അലങ്കരിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് വെച്ച അവസരത്തിൽ അവിടെ DYFIക്കാരെ മറ്റ് മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ കൂടി ഉൾപ്പെടെയുള്ള ചില തീവ്രവാദി സംഘടനകളും ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് അവിടെ DYFIയുടെ കൊടിയും നാട്ടണം. കാരണം കാവിക്കൊടി കാണുന്നുള്ളത്. കാവിക്കൊടി പരമ്പരാഗതമായിട്ട് അമ്പലങ്ങളിലെ എല്ലാ ഒരു പാർട്ടിയില്ല, എല്ലാവരും ഉണ്ട്. അത് സാധാരണ കൊടി, പാർട്ടി കൊടിയല്ല. പക്ഷേ അത് പാടില്ല, ഒരു കൊടിയും വയ്ക്കാൻ പാടില്ല പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും അതിനെ ഒരു ദിവസം ധരണിയും പരിപാടിയും ഒക്കെ ഉണ്ടാവുകയും കലക്ടർ ഇടപെട്ടിട്ട് അവസാനം അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയും ചെയ്തത്. സംഭവത്തിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള അക്രമ പ്രവർത്തനങ്ങളായിട്ട് അവർ മുന്നോട്ട് പോകുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് ഇവിടെയുണ്ടായി, ഇവിടെ പാപ്പനംകോട്ട പട്ടാരം എന്നുള്ള സ്ഥലത്ത് മാർക്സിസ്റ്റുകാരുടെ ഏരിയയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ പതിവില്ലാത്ത രീതിയിൽ പുതിയൊരു വിളക്ക് യാത്ര എന്ന് പറഞ്ഞിട്ട് അവർ സംഘടിപ്പിച്ചു. അതൊരു മുമ്പ് കേട്ടിട്ടില്ല, അങ്ങനത്തെ ഏർപ്പാടാണ്. ചെറിയൊരു സ്ഥലമാണ്. അവിടെ അവിടുത്തെ ആ ലോക്കൽ ആൾക്കാർ മാത്രമല്ല, പുറത്തുനിന്നൊക്കെ ആൾക്കാരെ അവർ കൂട്ടിക്കൊണ്ടുവന്ന് DYFIക്കാരും അതിൽ പല മതക്കാരുണ്ട്, അവരെല്ലാം കൂടി ചേർന്ന് ആയുധങ്ങളുമൊക്കെ ആയിട്ട് അവർ പ്രകടനം നടത്തി. അത് കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ അവർ വന്ന് ഈ ജാഥ പോകുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്തു. അതിൽ അങ്ങനെ അറ്റാക്ക് ചെയ്യണത് കയ്യിലുള്ള വാളെടുത്തിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. 2 പേര് ഗുരുതരം. ഞാൻ പോയി ഹോസ്പിറ്റലിൽ കണ്ടു അവർ കിടക്കുന്ന ആൾക്കാർ. അവരുടെ തലയോട് ഒക്കെ പൊട്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ കണ്ടിട്ടുള്ളത്. 2 പേര് ചെയ്തു. തടയാൻ ശ്രമിച്ചിട്ടുള്ള പോലീസുകാരനും പരിക്കേറ്റു. അപ്പോൾ ഈ രണ്ടാമത്തെ സംഭവം ഉണ്ടായി. കാലടിയിലും ഇതുമാതിരി സംഭവം ഉണ്ടായി. അപ്പോൾ ഈ തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയിട്ട് BJPയുടെ പ്രവർത്തനത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റുകാർ ശ്രമിക്കുന്നത്. അതിനവർ കുട്ടിക്കുരങ്ങന്മാരെ എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. അതിനെല്ലാവരും കൂടി ഒരു വർഗീയ ഒരു കലാപം സൃഷ്ടിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണത്. കാരണം അധികാരമുണ്ട്. വിജയേട്ടൻ അവിടെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവില്ല എന്നാണ് പരസ്യം അവർ പറയണത്. സന്ധ്യ, വ്യക്തമാണ് ഈ സംഘർഷത്തിന് പിന്നിൽ, ആക്രമണത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് തന്നെയാണ് BJPയുടെ അതോടൊപ്പം തന്നെ MLAയുടെയും ആരോപണം. ഓഫീസിന് മുന്നിലുണ്ടായിരുന്ന വാഹനവും അതിൻ്റെ ഗ്ലാസ് പൂർണ്ണമായും അടിച്ച് തകർത്ത നിലയിലാണ്. വാഹനം വെട്ടിപ്പൊളിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഗ്ലാസ് പൂർണ്ണമായും തകർത്തു. ഓഫീസിൻ്റെ ജനൽ ചില്ലുകൾക്കും തകർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വാഹനത്തിൽ വെട്ടി തകർക്കാനുള്ള ഒരു ശ്രമവും വാഹനത്തിന് നേരെ നടന്നിട്ടുണ്ട്. ഓഫീസിൻ്റെ മുകളിൽ നിലയിൽ താമസിക്കുന്ന
ആളുകളുടെ വാഹനമാണ്. ആ വാഹനത്തിനാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 12 മണി വരെ ഓഫീസിൽ മണ്ഡലം കമ്മിറ്റിയുടെ യോഗം നടന്നിരുന്നു. അന്നേരം നേതാക്കൾ, ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ ഓഫീസിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവർ യോഗം കഴിഞ്ഞ് 12 മണിക്ക് ശേഷം, രാത്രി 12 മണിക്ക് ശേഷം യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോയി. ഇതിന് ശേഷമാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്നാണ് നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP നേതൃത്വത്തിൻ്റെ തീരുമാനം.